ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡേബ് കൊച്ചുതമ്പുരം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വന്നിട്ടിരിക്കുന്നത് വേറെ ഒരു ടൈപ്പ് പൂവിനെ പറ്റിയാണ്. അതായത് ബോഗൺവില്ലയിലെ വെറൈറ്റി പല വിഭാഗത്തിൽപ്പെട്ട പൂക്കളുണ്ട്. ഇന്നൊരു ഫോക്സ് സ്റ്റൈൽ ബോഗൺവില്ലയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പൂക്കളും ചെടിയും കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആരൊക്കെ കയ്യിൽ ഇതുപോലൊരു ഇനമുണ്ടെന്ന് നമുക്കറിയാലോ. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. മനോഹരമായ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കുലകളായി വിരിയുന്ന ഒരു സസ്യമാണ് ഫോക്സ്ടെയിൽ യെല്ലോ ബോഗൺവില്ല, ഫോക്സ്ടെയിൽ യെല്ലോ ബുഗൻവില്ലിയ. സാധാരണ കടലാസ് പൂച്ചെടികളിൽ നിന്നും വ്യത്യസ്തമായി ഇതിന്റെ ശാഖകൾ കുറുനരിയുടെ വാലിന്റെ ആകൃതിയിൽ ഫോക്സ്ടെയിൽ തിങ്ങിനിറഞ്ഞ ഇലകളോടും പൂക്കളോടും കൂടി കാണപ്പെടുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കടുംമഞ്ഞ നിറത്തിലുള്ള ഇതിന്റെ പൂക്കൾ യഥാർത്ഥത്തിൽ ഇവ പൂക്കളല്ല, ബ്രാക്റ്റുകളാണ്. ചെടിക്കൊരു പ്രത്യേക ഭംഗി നൽകുന്നു. വെയിൽ നന്നായി ലഭിക്കുന്ന ഇടങ്ങളിൽ ഇത് സമൃദ്ധമായി വളരുകയും ധാരാളം പൂക്കൾ നൽകുകയും ചെയ്യുന്നു. ഈ ചെടി വളർത്തുന്നതിന് വലിയ പരിചരണം ആവശ്യമില്ലെങ്കിലും മിതമായ നനയും കൃത്യമായ പ്രൂണിംഗ് അത്യാവശ്യമാണ്. ചട്ടികളിലും തറയിലും ഒരുപോലെ വളർത്താൻ അനുയോജ്യമായ ഈ ഇനം വീടിന്റെ മുൻവശം അലങ്കരിക്കാനും ലാൻഡ്സ്കേപ്പിംഗിനും മികച്ചതാണ്. മറ്റ് ബോഗൺവില്ലകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് വളർച്ചാനിരക്ക് അല്പം കുറവാണെങ്കിലും ഒരിക്കൽ വളർന്നുകഴിഞ്ഞാൽ വർഷം മുഴുവനും മഞ്ഞപ്പട്ടുടുത്തതുപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ വളരെ ആകർഷകമാണ്. ഫോക്സ്ടെയിൽ ബോഗൺവില്ല നടുന്നതിനായി സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന, വെള്ളം കെട്ടിക്കിടക്കാത്ത ഒരിടം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനം. മണൽ, ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ്, കുറച്ച് ചകിരിച്ചോറ് എന്നിവ കലർത്തിയെടുത്ത മിശ്രിതം ഉപയോഗിച്ച് വേണം ചെടി നടാൻ. ചെടിച്ചട്ടിയിലാണ് നടുന്നതെങ്കിൽ അധിക ജലം വാർന്നുപോകാൻ ആവശ്യമായ ദ്വാരങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നട്ടുകഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ചു ദിവസം മിതമായി നനയ്ക്കുകയും ചെടി പിടിച്ചുകഴിഞ്ഞാൽ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിലേക്ക് മാറ്റുകയും ചെയ്യാം. പൂക്കൾ ധാരാളമുണ്ടാകാൻ നന കുറയ്ക്കുന്നതും മാസത്തിലൊരിക്കൽ ജൈവവളങ്ങൾ നൽകുന്നതും നല്ലതാണ്. ഇങ്ങനെ കമ്പിയിൽ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ വളർന്നു കഴിഞ്ഞാൽ നല്ല ബൊക്ക പോലെ കിട്ടുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒന്ന് ഷെയർ ബട്ടൺ പ്രസ് ചെയ്തേക്ക്, ഷെയറും ചെയ്തേക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഇതുപോലുള്ളൊരു ചെടി നിങ്ങളെ കൈവശമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു ചെടിയുമായി വീണ്ടും കാണാം. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.